ഫംഗ്ഷൻ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിൽ ഉള്ളൊരു സെലിബ്രേഷനെ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. സംഭവം ഒന്നും വേറെ ഒന്നുമല്ല, ഇത് നവംബർ തൊട്ടാണ് മെയിൻലി സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പരിപാടികളൊക്കെ വരുന്നത് ഫെബ്രുവരി മാർച്ച് മന്ത്സിലൊക്കെയാണ്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ കാർണിവൽ, എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് കാർണിവൽ. ജർമ്മനിയിൽ നിന്ന് മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ യൂറോപ്യൻ കൺട്രീസിലും കാർണിവൽ ഉണ്ട്. കാണുന്നവർക്കും ഒരുപാട് സന്തോഷം തോന്നിക്കുന്ന ഒരു വലിയൊരു ഫെസ്റ്റിവലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാമെന്ന് കരുതി. സോ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നത്. Hope you would like this video. Okay, so let's get in the video. ഓക്കെ. കാർണിവൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നവംബർ മാസത്തിലാണ് ഇത് മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ അതിൻ്റെ മെയിൻ പരിപാടികളെല്ലാം വരുന്നത് ഈ ഫെബ്രുവരി മാർച്ച് സമയങ്ങളിലാണ് കേട്ടോ. കാർണിവൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ആസ് ഐ സെഡ് അത് വലിയൊരു ഫെസ്റ്റിവലാണ്. ഇതുപോലെ വലിയ വലിയ വണ്ടികളിൽ ഓരോരുത്തർ വന്നിട്ട് ഇത് കണ്ടില്ലേ, ഒരുപാട് സ്വീറ്റ് ഐറ്റംസ്, അതുപോലെ തന്നെ ഒരുപാട് ഫ്രൈഡ് റെഡിമെയ്ഡ് ഫുഡ്സ്, ചുരുക്കി പറഞ്ഞ കുറേ സാധനങ്ങൾ ഇതുപോലെ ത്രോ ചെയ്യും. നമ്മുടെ ആവശ്യാനുസരണം വി ക്യാൻ കളക്ട് ഇറ്റ്. മെയിനായിട്ട് ഇത് നടത്തുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ക്രിസ്ത്യൻസിൻ്റെ നോമ്പ് കാലഘട്ടം തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ആണ് ഇത് മെയിൻ നടത്തി വരുന്നത്. ആൻഡ് ഇറ്റ് വിൽ എൻഡ്സ് ബിഫോർ ദി ആഷ് വെനസ്ഡേ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ പോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഓരോരോ ട്രക്കുകളിലായിട്ട് പല തരത്തിലുള്ള കോസ്റ്റ്യൂമുകൾ അണിഞ്ഞിട്ട് ഒരുപാട് ജർമ്മൻസ് ഇതുപോലെ വരുന്ന ഒരു സംഭവമാണ്. ഒട്ടുമിക്ക ഒരുപാട് യൂറോപ്യൻ കൺട്രീസിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ മോർണിംഗ് ഏകദേശം ഒരു മണി എങ്ങാണ്ടാകുമ്പോഴാണ് വരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് എത്തിയപ്പോൾ തന്നെ ഒരു 2 മണി എങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഏകദേശം 2:00 ആയപ്പോൾ തന്നെ അവിടെ ഹാജരായിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഇയറിൽ എനിക്ക് ഈ ഒരു കാർണിവൽ നല്ല രീതിക്ക് കാണാൻ പറ്റില്ല. ചില അസൗകര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കാണാൻ പറ്റില്ല. പക്ഷേ ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ഇയറിൽ മസ്റ്റായിട്ട് ഇത് കാണണമെന്നും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഈ ഒരു ഇയറിൽ ഞങ്ങൾ കറക്റ്റ് 2 മണിയായപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർന്ന് ഈ കാർണിവൽ അടിച്ചു പൊളിച്ചു. സത്യം പറഞ്ഞാൽ മനസ്സിലെ ഒരുപാട് ടെൻഷനോടെ ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ സ്ട്രെസ് ഫ്രീ ആക്കുക എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. തരത്തിലുള്ള പണ്ട് നമ്മൾ കാർട്ടൂൺസിലും ഒക്കെ കണ്ട് മറഞ്ഞുപോയ ഒരുപാട് തരത്തിലുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സും എന്ന് വേണ്ട ഒരുപാട് തരത്തിലുള്ള കോസ്റ്റ്യൂമും ധരിച്ചിട്ട് ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു. ഒരുപാട് തരത്തിൽ മന്ത്രവാദികളുടെയൊക്കെ ഒരുപാട് കോസ്റ്റ്യൂംസ്, പിന്നെ പൈറേറ്റ്സ് ഓഫ് കരീബിയൻ, പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കാർട്ടൂൺസിൻ്റെയൊക്കെ ഈ ക്യാരക്ടേഴ്സിൻ്റെ ഒന്നും പേര് പറയാൻ അറിയില്ല. ഒരുപാട് തരത്തിലുള്ള ആൾക്കാർ പല കോസ്റ്റ്യൂംസിൽ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഓരോരുത്തർ ഇങ്ങനെ ഇതുപോലെ എറിഞ്ഞു തരും, നമുക്കത് കളക്ട് ചെയ്യാം. അങ്ങനെ ഞങ്ങൾക്ക് ഏകദേശം പറഞ്ഞാൽ ഒരു രണ്ട് ചാക്ക് നിറച്ച് സാധനം എടുത്തു എന്ന് നമുക്ക് പറയാം. കുറച്ചൊക്കെ നമ്മുടെ പോക്കറ്റ്സിൽ നമ്മൾ ഇട്ടു. പിന്നെ അവരുടേതായിട്ടുള്ള കുറേ ഡാൻസുകൾ, പാട്ടുകൾ. സത്യത്തിൽ പറഞ്ഞ ഒരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ ഇത്. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ചില അമ്പലത്തിലെയൊക്കെ ഘോഷയാത്ര പോലെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഞങ്ങളുടെ കാർണിവലൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നീടാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി വരിക. പണ്ട് ഗൾഫിൽ നിന്ന് അച്ഛൻ വരുമ്പോൾ പെട്ടി പൊട്ടിക്കുന്ന ആ ഒരു പരിപാടിയെ, നമ്മൾ കളക്ട് ചെയ്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ആ ഒരു ത്വര, അതിലായിരുന്നു ഞങ്ങൾ 5 പേരും. അങ്ങനെ ഞങ്ങൾ വന്ന ഉടനെ സാധനങ്ങളൊക്കെ പൊട്ടിച്ചു. ഇത് കണ്ടില്ലേ, ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 ചാക്ക് നിറച്ച സാധനങ്ങൾ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറച്ചൊക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കാർണിവൽ ചെന്ന് അറ്റൻഡ് ചെയ്ത ഞങ്ങളും ഹാപ്പി, അവരും ഹാപ്പി. ഒരു കാര്യത്തിൽ ഞാൻ എപ്പോഴും ദൈവത്തോട് താങ്ക്ഫുൾ ആണ് കേട്ടോ. പണ്ടൊക്കെ ഒരു മനസ്സിലെ ഒരു ആഗ്രഹം മാത്രമായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് വരാനും ഇങ്ങനെയൊക്കെ കാണാനും ഇവരുടെ ഈ ഒരു കൾച്ചറൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും. പക്ഷേ ദൈവം സഹായിച്ച്, ദൈവ ആഗ്രഹത്തെ മാനിച്ച് ഇതുവരെയും ദൈവം കൊണ്ടെത്തിച്ചു. ആൻഡ് ഐ എം വെരി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. പിന്നെന്താ, പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ ഒരു ബബിള് ബ്ലോ ചെയ്ത് വിടാനുള്ള എൻ്റെ ആ ഒരു കഷ്ടപ്പാടിനാണ് കേട്ടോ. ഇതൊക്കെയല്ലേ ഒരു രസം. ചെറിയ രീതിയിലൊക്കെ എനിക്കതിന് സാധിച്ചു. എനിവേസ്, അത്ര ഉള്ളോട്ടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി കാർണിവൽ ആൻഡ് വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സൈനിങ് ഓഫ് ഫ്രം മല്ലകണ്ടോ, ജർമ്മനി.
പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം പണ്ട് ഗൾഫുകാർ വന്ന പെട്ടി പൊട്ടിക്കുന്ന പരിപാടിയിലായി ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന്. കണ്ടില്ലേ? ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ കളക്ട് ചെയ്തതാണ്. പലരും പല സഞ്ചിയിൽ കളക്ട് ചെയ്ത കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഏതൊക്കെയോ സാധനങ്ങളൊക്കെ കണ്ടില്ലേ, ഇതുപോലെ മറ്റേ ബ്ലോ ചെയ്യുന്ന ബബിൾസ് ബ്ലോ ചെയ്ത് കളയുന്ന ആ ഒരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ ട്രൈ ചെയ്തൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറേ എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളുടെ കാര്യ ഓരോരോ കാര്യങ്ങളായി സംസാരിച്ച് കുറച്ച് സാധനങ്ങൾ കഴിച്ച് കുടിച്ച് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ആ ഒരു കാർണിവലിൻ്റെ ആ ഒരു ഫെസ്റ്റിവൽ ഇവിടെ പൂർത്തിയാകുകയാണ്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സൈനിങ് ഓഫ് ഫ്രം മല്ലുകൊണ്ട ജർമ്മനി.